ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇരുമ്പനത്ത് പുതിയ റോഡ് ജംഗ്ഷനിൽ നിന്ന് വടക്കേക്കോട്ടേക്ക് പോകുന്ന ആ റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റുഡിയോ കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കിഡ്സ് ക്യാപിറ്റൽ വരുന്നത്. ഇവിടെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഒരു ഈ മാളിൻ്റെ അകത്തുള്ള കുറേ പ്ലേ സോൺസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ്റിൻ്റെ കൂടെ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ലുലു മാളിലൊക്കെ ഇതുപോലുള്ളൊരു സൗകര്യമുണ്ട്. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാരൻസിനെ കയറ്റില്ല. അപ്പോൾ പല കുട്ടി ഇപ്പം എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോയി കളിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം കുറേ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തന്നെ പോയി കളിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിന് കൂടെ കളിക്കാൻ പറ്റും. കൂടെ കളിക്കുകയല്ല, കൂടെ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഹവറിലേക്കാണ് അവർ പേയ്മെൻറ്റ് പറയുന്നത്. അവിടെ നിന്ന് കണ്ടോ, ഈ വീഡിയോയിൽ കാണാൻ പറ്റും മോൻ്റെ കാലിലൊരു സോക്സ്. ആ സോക്സ് അവിടെ നിന്ന് അവർ തരുന്നതാണ്. അത് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ 1 ഹവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് വിശക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇതിലുള്ള കളിപ്പാട്ടങ്ങൾ ഒക്കെ ആ ഏജിന് വേണ്ടിയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിൽ എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ഉരുസണ സാധനമാണ്. ആൾക്കതാണ് ഏറ്റവും ഉരുസുന്ന സാധനങ്ങൾ ഏത് പാർക്കിൽ പോയാലും അതാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് ഒരു കുട്ടിക്ക് 1 മണിക്കൂറിലേക്ക് 499 റുപ്പീസാണ്. അത് പറഞ്ഞല്ലോ, കൂടെ ഒരു പാരൻറ്റിനും കൂടെ കയറാം. ഇനി എക്സ്ട്രാ പാരൻസിന് കയറണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ റുപ്പീസ് കൊടുക്കണം. അത് എക്സ്ട്രാ 199 റുപ്പീസാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ അവേഴ്സിലേക്കും ഇപ്പോൾ 1 അവർ കളിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം കൂടെ എക്സ്ട്രാ ടൈം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും ഇനി ഓരോ അവറിലേക്കും 199 റുപ്പീസാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫുഡ് കൗണ്ടർ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഫുഡ് കൗണ്ടർ ഉള്ള സ്ഥലത്ത് തന്നെ കുറച്ച് കസേരകളും വെയിറ്റിംഗ് ഒരു ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതൊരു മാളിൻ്റെ മാളിൻ്റെ 3rd ഫ്ലോറിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുട്ടി അവിടെ ആക്കി പോയിട്ട് പർച്ചേസിന് പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പോവാം. അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യമുള്ളൊരു സ്ഥലമാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് പിള്ളേരെ നമ്മൾ കളിക്കാൻ പാർക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മതിയാവില്ല. അവർ ക്ഷീണമാവാതെ ഇത് മതിയാവില്ല. അപ്പോൾ ഈ ഒരു പ്ലേസിൽ ഇവിടെ അതായത് ഇപ്പോൾ 1 അവർ കഴിഞ്ഞാലും ഇവർക്കിത് മതിയാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ലാസ്റ്റ് കരഞ്ഞുകൊണ്ടായിരിക്കും പിള്ളേർ പോകാൻ ചാൻസ്. പക്ഷെ ഒരു 2 അവറൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ക്ഷീണിക്കാനുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്ക് പറ്റിയൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ മൺഡേയും വെനസ്ഡേ, തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ദിവസങ്ങളിൽ 1 മണിക്കൂറിലേക്കുള്ള പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ കളിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം നോക്കി പോയതല്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോൻ 2 മണിക്കൂർ കളിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ആൾ അത്യാവശ്യം ഓക്കെ, ഇനി മതിയായി, കാരണം അത്രയും കളിച്ച് കഴിയുമ്പോഴേക്കും ക്ഷീണമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓഫറുണ്ട്. നെക്സ്റ്റ് ഒരു ഓഫർ സൈറ്റ് കൊടുത്തിരിക്കുന്നത് 899 രൂപ കൊടുക്കുകയാണെങ്കിൽ വീക്ക് ഡേയ്സിൽ അൺലിമിറ്റഡ് പ്ലേ ടൈം ഉണ്ടാവും. ഇത്രയും വെച്ചിട്ടൊരു റിവ്യൂ പറയുന്നതല്ല, പക്ഷെ എന്നാലും ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് 500 രൂപ കൊടുത്തൊരു പാർക്കിൽ പോകാൻ തന്നെ. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ സുഭാഷ് പാർക്ക്, അങ്ങനത്തെ പാർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പാർക്കുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ഒരു 500 രൂപ കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വേറൊരു സൈഡ് ഇപ്പം മഴക്കാലത്താണ്, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഓക്കെയാണ് മീൻസ് എന്താ പറയുക. പക്ഷേ ഈ പറഞ്ഞല്ലോ, നമ്മൾ ലുലുവിലുള്ള ആ ഒരു പ്ലേ സോണൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് പാരൻറ്റിന് കൂടെ നിൽക്കാം, പാരൻറ്റിന് അവരെ കളിപ്പിക്കാൻ, അവരൊന്ന് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു, അതായത് അവരെ ലീഡ് ചെയ്യാൻ പറ്റും ഓരോരോ കളിപ്പാട്ടത്തിലേക്കും. അവർ സേഫാണോ എന്ന് നോക്കാൻ പറ്റും. മറ്റേതൊന്നും പറ്റില്ല, നമ്മൾ പുറത്ത് നിന്നിട്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവർക്കും അതൊരു താല്പര്യം ഉണ്ടാവില്ല.
അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പാർക്ക്, അതായത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സെയിം സാധനങ്ങൾ വെച്ചിട്ടാണ്, ഒരേപോലത്തെ ഇതാണല്ലോ. അപ്പോൾ അതിലും ഫീസ് വരുന്നുണ്ട്, ഇതും ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കിഡ്സ് ക്യാപിറ്റൽ ഓക്കെയാണ്, സൂപ്പറാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് കാക്കനാട് ആ ഏരിയയിലുണ്ട്. അവിടെ ഞാൻ പോയിട്ടില്ല, വഴി കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. കുസാറ്റിൻ്റെ ആ ഭാഗത്തായിട്ടാണ് തോന്നുന്നു അതുള്ളത്.